ഭാര്യനെ നമ്മൾ തീരും പരിഹസിക്കാൻ പാടില്ല, കളിയാക്കരുത്. മക്കളുടെ ഇടയിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് ഓൾക്ക് ഉമ്മല്ലേ, ഓലെ സ്വന്തം ഉമ്മനെയാണ് പരിഹസിച്ചത്. നമ്മളെ ഉമ്മനെ പരിഹസിക്കുന്നത് ആരെയും കളിയാക്കി നമുക്ക് ഇഷ്ടപ്പെടും. വാപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളുടെ ഉള്ളിലുണ്ടാവും. പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ ഡിപ്പെൻഡ് അപ്പൺ അതേഴ്സ് എന്ന് പറയും. മനുഷ്യൻ ഹ്യൂമാനിറ്റീസ് ഡിപ്പെൻഡ് അപ്പൺ അതേഴ്സ്. മനുഷ്യൻ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുക, അങ്ങനെ മനുഷ്യൻ്റെ ജീവിതം. മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓലെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇവർ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ മക്കൾക്ക്. പണ്ട് കേട്ടോ ബാപ്പ കൊടുക്കുന്ന മക്കൾക്ക് തിന്നാൻ കിട്ടുക, ബാപ്പ പോറ്റണം, ബാപ്പ നോക്കണം. ഇപ്പോഴത്തെ മക്കൾ അതല്ലല്ലോ. ഇപ്പോഴത്തെ മക്കൾക്ക് വാപ്പനേക്കാൾ വരുമാനമുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ വിദ്യാഭ്യാസവും ഇങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പോഴത്തെ മക്കൾ. അപ്പോൾ ഇപ്പോഴത്തെ മക്കളോട് നമ്മൾ വഷളാക്കുമ്പോൾ ചിലപ്പോൾ തിരിച്ചിങ്ങോട്ടും വഷളാക്കാൻ ശ്രമിക്കുമല്ലോ. കാരണം അവർക്ക് അത്രേ വിവരമുള്ളൂ. പണ്ടത്തെ കാലത്തെ ആത്മീയത കുറഞ്ഞു വരികയാണല്ലോ. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക, മക്കളെ ഒരിക്കലും ആളുകളെ ഇടയിട്ടിട്ട് വഷളാക്കാൻ പാടില്ല. അപ്പോൾ ഈ മക്കളുടെ പ്രിയപ്പെട്ട ഉമ്മയാണ് നമ്മുടെ ഭാര്യ. ആ മക്കളെ ഉമ്മൻ്റെ മുമ്പിലിട്ടിട്ട്, ആ മക്കളെ മുമ്പിലിട്ടിട്ട് ഉമ്മനെ ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ അവഹേളിക്കുമ്പോൾ വഷളാക്കുമ്പോൾ ഈ ഉമ്മാക്ക് വില കുറയും മക്കളുടെ ഇടയിൽ. ഉമ്മാക്ക് മക്കളുടെ ഇടയിൽ വില കുറഞ്ഞാൽ ഈ മക്കൾ നാളെ വാപ്പയായ എന്നോടോ അല്ലെങ്കിൽ നമ്മളോടോ നമ്മളെ മക്കൾ എന്തെങ്കിലും തോന്നിയാസോ വേണ്ടാത്തവരോ ചൂടാവുകയോ ആയിക്കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാനുള്ളത് ഉമ്മയാണ്. പിന്നെ അവിടുത്തെ ജഡ്ജി ഉമ്മയാണ്, മോനെ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ എന്ന്. ഈ ഉമ്മനെ വഷളായി കിടക്കുമ്പോൾ ഉമ്മ പറഞ്ഞു കൊടുക്കുമോ? അങ്ങനത്തെ ഉമ്മാരാണ് ഒന്നും കൂടി പറയും, മോനെ അയാളൊന്ന് പഠിക്കട്ടെ, അയാളൊന്ന് മനസ്സിലാക്കട്ടെ എന്ന രൂപത്തിൽ പറയുന്ന ഉമ്മമാർ. ഇപ്പോഴത്തെ ചില ആൾക്കാർ പറയാറുണ്ട്, പെണ്ണുങ്ങളാണ് എൻ്റെ മക്കളെ, ഓള് മക്കളൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഇന്നെ ഇടങ്ങാറാക്കാണ് എൻ്റെ പെണ്ണുങ്ങൾ എന്ന് പറയും ചില ആൾക്കാർ. വളരെ പറയാനുള്ള കാരണം അതാണ്, പെണ്ണുങ്ങൾക്ക് വാല്യൂ നൽകി നമ്മൾ കളഞ്ഞു. അപ്പോൾ ഈ മക്കൾ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് വാപ്പയാണ് ബഹുമാനിക്കണം കേട്ടോ, ആദരിക്കണം. ബാപ്പനോട് ചോദിച്ചിട്ട് ഈ പോയാൽ മതി, ഇവിടേക്ക് പോവുകയാണെങ്കിൽ വന്നാൽ ഈ ആദ്യം ബാപ്പനെ കാണണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഉമ്മനെ നമ്മൾ ആദ്യം താറുമാറാക്കി, കളിയാക്കിയിട്ടും അവഹേളിച്ചിട്ടും അടിച്ചിട്ടും ചീത്ത പറഞ്ഞിട്ടും ഒരു വലിയ നിലയും വീട്ടിലില്ല ഉമ്മാക്ക്. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ മക്കൾ നന്നാവുക? ഏതായാലും ഈ കളിയാക്കുക എന്ന് പറഞ്ഞാൽ വലിയ വൈവാഹിക ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കളിയാക്കൽ. ചില ആൾക്കാർക്ക് ഒരു രസമാണ് ഭാര്യ ആൾക്കാരുടെ പെണ്ണുങ്ങൾ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും, അല്ലേ? അത് ചില ആൾക്കാരുണ്ട് കല്യാണത്തിന് പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ മൂപ്പര പെണ്ണുങ്ങൾ എല്ലാവരും ഇടയിലിട്ട് വഷളാക്കും. അതുകൊണ്ട് ഇതൊക്കെ പരസ്പരം ഒരു സഹകരണവും ഒരു പൊരുത്തത്തോടു കൂടി സ്നേഹത്തോടു കൂടി എന്തെങ്കിലും ഭാര്യമാരോട് ചൂടാവണമെന്നുണ്ടെങ്കിൽ വാതിൽ കുറ്റിയിട്ട് നല്ലമോണം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം കുട്ടികളെ കേൾക്കാൻ പാടില്ല, വളരെയധികം അതിൻ്റെ ഒരു സിസ്റ്റമാണത്.